ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് അപവാദങ്ങളും നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ നല്ല വശം എന്താണെന്ന് നമുക്ക് അറിയാൻ ഏവർക്കും താല്പര്യമുണ്ടാവും. ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടാൽ പോലും നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ശരിക്കും എന്താണ് ഇദ്ദേഹത്തിന്റെ പദവി, എന്താണ് ഇദ്ദേഹം ശരിക്കും ആരാണ്? ഇദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അസുര, അതുപോലെ ഇദ്ദേഹത്തിന്റെ നാക്ക് ഫലമാണ് ഭയങ്കര. ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഏതാനും ചിലർക്ക് മാത്രമേ അങ്ങനത്തെയുള്ള കഴിവുകൾ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊടുത്ത കഴിവാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് അത്ഭുതങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക എന്താണ് യഥാർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ശരിക്കും പറയുന്നില്ല, കാരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടു നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അള്ളാഹു കാക്കട്ടെ. ആ സഹോദരന് അൽഹംദുലില്ലാ ഇവിടെ വന്നു. തലമുടി കാണുന്നില്ല, മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അള്ളാഹ് തന്ന നിഅമത്ത് എന്താ ചെയ്യാ? അള്ളാഹു തന്ന ഭർത്താവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇവിടെ വന്നു. അപ്പൊ കാഴ്ച കിട്ടില്ലോ ഞാൻ പറഞ്ഞു, കിട്ടുന്നു പറഞ്ഞു. കണ്ണിന്റെ കാഴ്ച റബ്ബ് തിരിച്ചു കൊടുത്തു, ഗൾഫിക്ക് ജോലിക്ക് പോയി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് ഇന്റെ കറാമത്തല്ല, ടച്ചൊന്നുമില്ല. എന്റെ നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കരതാ, തങ്ങൾ പാപ്പ കണ്ടുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ സലാത്തിന്റെ പവറാണ്. അതിന് സമ്മാനമായിട്ട് എത്തിയ മക്കൾക്ക് പാവം എന്നോട് സ്നേഹം എനിക്കറിയാം, അമ്മ കണ്ടാറ്. അപ്പോ ഇൻഷാ അല്ലാഹ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി മരിക്കുന്നത് വരെ സഹോദരക്കൻ അള്ളാഹു പൂർണ്ണ ശക്തി അള്ളാഹു കൊടുക്കട്ടെ, ഡബിൾ പവർ അള്ളാഹു കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, സലാത്ത് എല്ലാ ദിവസവും കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഇതൊന്നും അള്ളാഹു വെറുതെ ആക്കാതെ കേട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് തക്ബീർ. മനസ്സിലായോ? ഓപ്പത്തിന് കയറ്റിയോ? ഓപ്പത്തിന് കയറ്റിയോ? അതാണ് ഓപ്പന തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഇവർക്ക് ഓർമ്മ നൂറ ഹബീബ് അപ്പണ് നേർച്ചയാക്കി അപ്പണ് പ്രസവിച്ചു. അള്ളാഹ് തന്ന നിഅമത്താണ്, അള്ളാഹു എന്ന് നിലനിർത്തി തട്ടെ. അതാ നമുക്ക് വേണം. നമ്മള് കൂടുതൽ നമുക്കൊന്നും വേണ്ട, കൂടുതൽ ഇതൊന്നും വേണ്ട. എല്ലാ നിഅമത്തും അള്ളാഹു നിലനിർത്തി തട്ടെ. അതപ്പോ അള്ളാഹു കുട്ടികൾ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. സ്വലാത്തിന്റെ പവറാണത്, മനസ്സിലായോ? സ്വലാത്തിന്റെ പവറാ. ഇന്ന് വരെ എന്റെ നാവ് പേച്ചിട്ടില്ല, പേക്കാതെ കേട്ടെ, അതും സ്വലാത്തിന്റെ പവറാണ് കേട്ടോ. അപ്പൊ ഒരു ഗർഭിണി ഇന്ന കുട്ടിയെന്ന് നമ്മൾ പറയും, നിങ്ങൾ ആരും എന്താ പറയാന് എനിക്ക് തോന്നലുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത്. പൈസ എത്ര റുപ്യ? ഇത് തണുപ്പാപ്പല്ലേ? ഇതിലെങ്കിലും നമ്മൾ സ്നേഹം ഉണ്ടല്ലോ. പിന്നെ 1001 റുപ്യ ഞാന് പിന്നെ തിരൂരിൽ നിന്ന് വരുന്ന ഉമ്മ, തിരൂരിൽ നിന്ന് വരുന്ന ഒരു ഉമ്മ. നിങ്ങൾ വിഷയം എന്തായിരുന്നു? മോൻ വിളിക്കാത്തതിന്റെ പേരിലാണ് ഉമ്മ വരാതിന്, അല്ല ഉമ്മ തങ്ങളെത്തിക്ക് വന്നത്. എത്ര വർഷമായി വിളിക്കാത്തത്? 2 വർഷമായി ഉമ്മാനും മകൻ വിളിക്കലുമില്ല, ഒരു വിവരമുണ്ടല്ലേ? അങ്ങനെയായി ഉമ്മ വളരെയധികം വ്യസനത്തിലായിരുന്നു, വളരെയധികം കരച്ചിലോട് കരച്ചില്. അങ്ങനെ എന്താക്കി തങ്ങൾ പാപ്പാൻ തങ്ങൾ പാപ്പ എന്താ പറഞ്ഞത്? വിളിച്ചോളും എന്ന് പറഞ്ഞു. എന്നിട്ടോ അയച്ചു, പൈസ അയച്ചു. ആർക്ക്? എന്നൊക്കെ തങ്ങൾ പാപ്പാക്കോ? മകനെ ഇനി വിളിക്കാനും മരം വരെ ഉമ്മാനെ പൊന്നുപോലെ നാക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കും നമ്മളെ മക്കൾക്കുള്ള ഭാഗ്യം നൽകട്ടെ. പഠിച്ചവനെ ഞങ്ങളെ മക്കളൊക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന സ്വാലിഹ്യങ്ങളായ മക്കളാക്കി ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. തക്ബീർ ചൊല്ലിക്കാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി.
ശരീരത്തിന് രോഗങ്ങൾ ഇനി നമുക്ക് പകുതി സമാധാനമാണ്. ഈ സഹോദരി ഇവിടെ വന്നു കളക്ടർ മൊഴിയായിട്ട്. അപ്പൊ ഡോക്ടർമാരെന്ത് ചെയ്ത് ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈകാലുകൾ കുഴയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു ഞങ്ങൾ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അൽഹംദുലില്ലാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും വലിയ വലിയ രോഗങ്ങളൊക്കെ തന്ന് നമ്മൾ അള്ളാഹു പരീക്ഷിക്കാതിരിക്കും. എന്ത് രോഗം തന്നിട്ടുണ്ടെങ്കിലും ആ രോഗം കാമിലായ ശിഫ നൽകട്ടെ. അപ്പൊ ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. ഡോക്ടർമാർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങളുടെ ശരീരം കൈകാലുകൾക്ക് തളർന്നു പോകും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നു. അൽഹംദുലില്ലാ ആ നാവ് കൊണ്ട് എന്ത് പറഞ്ഞ് സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് എന്ത് പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നാവിന് കൊടുത്ത അസറാണ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. അള്ളാഹുവിന് മരണം വരെ കൈകാലുകൾക്ക് നല്ല ശക്തി നൽകും. നമ്മളെ പോലെ ഓടിച്ചാടി നടക്കാൻ അള്ളാഹു എല്ലാവിധ കഴിവും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ശരീരം വെട്ടിമുറിക്കുന്ന രോഗങ്ങളൊന്നും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. തക്ബീർ ചൊല്ലി സഹോദരിക്ക് വേണ്ടി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.